എന്താ പരാതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കോടതി ആണല്ലോ ഒരു ആധികാരികമായിട്ടുള്ള സമിതി അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം. ആ സ്ഥാപനം തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാളുടെ ഏതെങ്കിലും ഒരാൾ ആശയം ഉന്നയിച്ച ഉടനെ തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അല്ല, അത് ഇനി പോലീസിൻ്റെ ചോദിച്ചാലേ അറിയാമല്ലേ. ഇതൊക്കെ സാധാരണ ഇത്തരം കേസുകൾ വരുമ്പോൾ ഒളിവിൽ പോവുകയും ജാമ്യം കിട്ടാതെ വരികയും പിന്നെ സറണ്ടർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഉള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ അത് നേരത്തെ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട ആവശ്യമായിരുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള കാര്യം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ ചെയ്താൽ മാത്രം പോരാ, പുറത്താക്കണം എന്നുള്ള കാര്യം നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് അത് ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. അല്ല, വളരെ താമസിച്ചാണ് അത്തരം നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസിനെ നിർബന്ധിക്കപ്പെട്ടു കോടതി വിധി വന്നതിന് ശേഷം. അല്ലാതെ അവരുടെ ആർജവം കൊണ്ടാണ് ചെയ്തതല്ല. വിധി വരുന്നവരെ കാത്തു. അല്ല ശിവൻകുട്ടി, നിങ്ങളെന്താ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? അല്ല, ഇത് രണ്ടുമല്ല. കേരളത്തിലെ പൊതുസമൂഹത്തെ പൊട്ടന്മാരാക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇതിൽ ഏതാണ് നിങ്ങളുടേത് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ ശിവൻകുട്ടി. ഒന്നില്ലെങ്കിൽ പൊട്ടനാവണം, അതല്ലെങ്കിൽ പൊട്ടനായിട്ട് അഭിനയിക്കണം. ഇത് രണ്ടുമല്ലെങ്കിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ പൊട്ടന്മാരായിട്ട് നിങ്ങൾ കാണണം. ഏതാണ് ഇതിൽ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്റെ വലിയ സംശയം, നിങ്ങളുടെ വിശ്വാസം മിസ്റ്റർ ശിവൻകുട്ടി, നിങ്ങൾ കരുതുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം പൊട്ടന്മാരാണ് എന്നാണ്. രാഹുലിന്റെ കാര്യം ആലോചിക്കുമ്പോ ചോദിക്കുമ്പോ വല്ലാത്ത ധാർമ്മികത ഇങ്ങനെ തുളുമ്പുകയാണ്, വല്ലാത്ത ആർജവം തുളുമ്പുകയാണ്. പക്ഷെ അതേ കാര്യം മുകേഷിന്റെ ചോദിക്കുമ്പോ കോടതി തീരുമാനിക്കട്ടെ എന്നാ. പിന്നെ രാഹുലിന്റെ കാര്യം കോടതി തീരുമാനിച്ചോ? മുകേഷ് ഒളിവിൽ പോയില്ലേ? മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയത് ആരാ? ഹൈക്കോടതിയല്ലേ. മുകേഷ് ഒളിവിൽ പോയില്ലേ? മുകേഷിനെ അറസ്റ്റ് ചെയ്തില്ലേ? മുകേഷിനെതിരെ അന്വേഷണം നടന്നില്ലേ? മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും സത്യമാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചില്ലേ? അവിടെ ധാർമ്മികതയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ധാർമ്മികത തലയിൽ പിടിച്ചു കൊണ്ട് നടക്കണം. അയാളെ പെറ്റത് തന്നെ അയാളുടെ തലയിൽ ധാർമ്മികത, ഇങ്ങനെ ഒരു കൊട്ടയിൽ ധാർമ്മികത നിറച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ബീനാമ പെറ്റത് തന്നെ. അതാണ് ഇപ്പൊ ശിവൻകുട്ടി പറയുന്നത് അതാണ്. എടോ ശിവൻകുട്ടി, എന്ത് ധാർമ്മികതയാണോ താങ്കൾക്കൊക്കെ ഉള്ളത്? എന്ത് ധാർമ്മികതയാ, എന്ത് അന്തസ്സാ, എന്ത് അഭിമാനമാ, എന്ത് മൊറാലിറ്റിയാ? ഒരു ആന മണ്ണയുമില്ല, ഒരു തേങ്ങാക്കൊലയും നിങ്ങൾക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന മുകേഷിനെ ന്യായീകരിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? കോൺഗ്രസ് ആ കാര്യത്തിൽ വലിയ മാന്യത കാണിച്ചു, മാതൃക കാണിച്ചു. കാരണം ഇതൊക്കെ സാധാരണഗതിയിൽ സെഷൻസ് കോടതിയിൽ ജാമ്യം നിഷേധിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയായിട്ട് പോലും, അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയായിട്ട് പോലും കോൺഗ്രസ് അയാളെ ഉടനടി പുറത്താക്കി. നിങ്ങൾ എന്താ ചെയ്തേ? ഈ പറയുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ, നിങ്ങളുടെ ദൈവതുല്യന്റെ പോലീസ് ഈ പറയുന്ന മുകേഷിനെ അറസ്റ്റ് ചെയ്തില്ലേ? അയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചില്ലേ? അയാൾ തെറ്റുകാരനാണ്, ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും ശരിയാണെന്ന് അവർ കോടതിയിൽ പറഞ്ഞില്ലേ? എന്നിട്ടും എന്തേ ഈ പറയുന്ന മുകേഷിനെതിരെ നടപടിയെടുക്കാത്തത്? അതല്ല, നിങ്ങളുടെ വനിതാ സഖാക്കൾ പറയുന്നത് പോലെ തീവ്രത കുറവായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തീവ്രത കുറവാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തത്, എങ്ങനെയാണ് നോക്കിയത്? എത്ര ഇഞ്ച് അകത്തോട്ട് കയറി എന്നാണോ നിങ്ങൾ പരിശോധിച്ചത്? അതോ എത്ര തുള്ളി പുറത്തു പോയി എന്നാണോ നിങ്ങൾ പരിശോധിച്ചത്? അതോ ഉദ്ധരിക്കുന്നതിന് മുമ്പ് ലിംഗത്തിന്റെ വലിപ്പം ഇത്ര, ഉദ്ധരിച്ചതിന് ശേഷം ഇത്ര, അകത്ത് കയറിയപ്പോൾ ഇത്ര, പുറത്ത് നിന്നപ്പോൾ ഇത്ര എന്നൊക്കെയാണോ നിങ്ങൾ കണക്ക് കൂട്ടുന്നത്?
മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇനി അതല്ല, അതുകൂടി ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഞങ്ങൾക്ക്, പാവങ്ങളായ പൊതുജനങ്ങൾക്ക്, നിങ്ങളൊക്കെ പൊട്ടന്മാരായി കാണുന്ന ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്തായിരുന്നു അതിന്റെ മാനദണ്ഡം? മുകേഷിന്റെ ലിംഗത്തിന്റെ നീളം എത്രയായിരുന്നു? അകത്ത് പോയ തുള്ളിയുടെ എണ്ണം എത്രയായിരുന്നു? പുറത്ത് കളഞ്ഞ തുള്ളിയുടെ എണ്ണം എത്രയായിരുന്നു? അതോ എല്ലാം പുറത്താണോ കളഞ്ഞത്? അകത്തൊന്നും പോയില്ലേ? എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കൂ ശിവൻകുട്ടി. മനസ്സിലാവാത്തത് കൊണ്ടല്ലേ ചോദിക്കുന്നത്. അതല്ല, ഈ പറയുന്ന കേരളത്തിലെ ജനമെല്ലാം കഴുതകളാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരു പൊട്ടത്തരം കേരളത്തിലെ ജനതയ്ക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു മണ്ടത്തരം കേരളത്തിലെ ജനതയ്ക്ക് പറ്റിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പിണറായി വിജയനെ രണ്ടാമതും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കേരളത്തിലെ ജനം ഇരുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആന മണ്ടത്തരം. അതിനെ മുൻകൂട്ടി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട്, അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ പൊതുജനം മണ്ടന്മാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളെ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല മിസ്റ്റർ ശിവൻകുട്ടി. അത് നിങ്ങൾ തെറ്റാണെന്നോ, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം അല്ലെങ്കിൽ മണ്ടത്തരം, ഒരു പൊട്ടത്തരം കേരളത്തിലെ ജനതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കേരളത്തിലെ ജനതയ്ക്ക് ബോധ്യമുണ്ട്. കാരണം തെറ്റ് ഒരുവറ്റം പറ്റി, അത് രണ്ടാമത് പറ്റാതെ നോക്കേണ്ട ഒരു ബാധ്യത ജനം ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശിവൻകുട്ടി, അതുകൊണ്ട് ഇനിയെങ്കിലും കോൺഗ്രസിനെ മാതൃകയാക്കിക്കൊണ്ട്, ആ കോൺഗ്രസ് എടുത്ത നടപടിയെ മാതൃകയാക്കിക്കൊണ്ട് AKG സെന്ററിൽ മാറാല പിടിച്ചിരിക്കുന്ന ഒരുപാടധികം പരാതിയുണ്ടല്ലോ. പി ശശിക്കെതിരെ, PK ശശിക്കെതിരെ, തോമസ് ഐസക്കിനെതിരെ, കടകംപള്ളി സുരേന്ദ്രനെതിരെ, P ശ്രീരാമകൃഷ്ണനെതിരെ, KT ജലീലിനെതിരെ, ഗണേഷ് കുമാറിനെതിരെ, മുഹമ്മദ് റിയാസിനെതിരെ, അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെയുള്ള പരാതികൾ AKG സെന്ററിൽ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. മാറാല പിടിച്ച് കിടക്കുന്ന ആ പരാതികളൊക്കെ നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കേരളത്തിന്റെ പോലീസിനൊന്ന് കൈമാറുന്നേ. ദയവ് ചെയ്ത് ആ ഒരു മാന്യതയെങ്കിലും കാണിക്ക്. അത് കൈമാറിയിട്ട് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങള് ഈ പറയുന്ന കോടതി വിധി വരുന്നവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. എന്നിട്ടെങ്കിലും അതൊന്ന് കൈമാറാനുള്ള ഒരു 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 തയ്യാറെടുപ്പെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു മഹാമനസ്കതയെങ്കിലും നിങ്ങൾ കാണിക്കണം. പി ശശിക്കെതിരെ ആരോപണം വന്നില്ലേ? നിങ്ങൾ എന്താ ചെയ്തത്? അത് പോലീസിന് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ പി ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം എന്ത് ചെയ്തു? അത് AKG സെന്ററിൽ അട്ടത്ത് കയറ്റി വെച്ചു. അട്ടത്ത് കയറ്റി വെച്ചിട്ട് ശശിയെ, കണ്ണൂരിലുണ്ടായ ശശിയെ പിടിച്ചു കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി മാറ്റി. PK ശശിക്കെതിരെ ആരോപണങ്ങൾ വന്നില്ലേ? ആ ആരോപണവും എന്ത് ചെയ്തു? നിങ്ങൾ ഇതുപോലെ അട്ടത്ത് കയറ്റി വെച്ചു AKG സെന്ററിന്റെ. എന്നിട്ട് പാലക്കാടുള്ള ശശിയെ, മണ്ണാർക്കാടുള്ള ശശിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്താക്കി? KTDCയുടെ ചെയർമാനാക്കി ഇരുത്തി. അതെന്തിനാ? അത് അങ്ങനെ സ്ഥാനമാനങ്ങളിൽ ഇരുത്തണം, എന്നാലേ ഈ പറയുന്ന നിയമത്തിന്റെ കൈകള് അയാളിലേക്ക് എത്താതിരിക്കുകയുള്ളൂ. ഈ പറയുന്ന നിയമത്തിന്റെ വഴികള് അയാളിലേക്ക് എത്താതിരിക്കണമെങ്കിൽ അയാൾ സ്ഥാനമാനങ്ങളിൽ ഉണ്ടാകണം, അയാളെ സംരക്ഷിച്ച് പിടിക്കണം. ആ സംരക്ഷിച്ച് പിടിച്ചാൽ മാത്രമേ അയാൾക്കെതിരെ നിയമത്തിന്റെ വഴികൾ അയാളിലേക്ക് എത്താതിരിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ രണ്ടുപേരെയും സംരക്ഷിച്ചു പിടിക്കുന്നത്. ഇവൻ ഇപ്പോഴും മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാതെ അയാളെ സംരക്ഷിച്ചു പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം MLA സ്ഥാനം രാജിവെച്ചാൽ അടുത്ത നിമിഷം മുകേഷ് അഴിയണ്ണേണ്ടി വരും എന്ന് മാത്രമല്ല, മുകേഷിന് അറിയാവുന്ന പല കഥകളും മുകേഷ് പുറത്തേക്ക് വിടും. കാരണം അയാൾ ഒരു സിനിമാക്കാരനാണ്. ഭാര്യയുടെ വയറ്റിൽ, പ്രഗ്നന്റ് ആയിരിക്കുന്ന ഭാര്യയുടെ വയറ്റിൽ ചവിട്ടിയിട്ട് ആ ഭാര്യ നിലവിളിച്ച് കരയുമ്പോ ആ ഭാര്യയോട് അയാൾ പറഞ്ഞത്, നീ നല്ല അഭിനേത്രിയാണ്, അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് കരയാൻ അറിയാം, നീ കരഞ്ഞോളൂ, നന്നായിട്ട് കരഞ്ഞോളൂ എന്ന് പറഞ്ഞ മുകേഷ്, ആ മുകേഷിന് അറിയാവുന്ന പല കാര്യങ്ങളും അയാൾ വിളിച്ചു പറയും. അയാള് സ്ഥാനമാനങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത്, അതല്ലാതെ അയാൾക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല അയാൾ നിങ്ങളുടെ കൂടെ കൂടിയത്. അയാൾക്ക് MLA ആവണമായിരുന്നു, അതുകൊണ്ട് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അയാളെ MLA സ്ഥാനത്ത് നിന്ന് പിടിച്ചു പുറത്തിട്ടാൽ അയാൾക്കറിയാവുന്ന പല കാര്യങ്ങളും വിളിച്ചു പറയും. അപ്പോ അത് ഇതിലും വലിയ നാറ്റക്കേസാകുമെന്നുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെ ഇപ്പോഴും MLA ആയി തുടരാൻ അനുവദിക്കുന്നത്. ഇതുപോലെ
ശശിയെ പിടിച്ചു കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതുപോലെ, PK ശശിയെ പിടിച്ചു കൊണ്ടുവന്ന് KTDCയുടെ ചെയർമാൻ ആക്കിയതുപോലെ അത്തരം സ്ഥാനങ്ങൾ നൽകി അവരെ ഇങ്ങനെ അലങ്കരിച്ച് പ്രതിഷ്ഠിച്ചാൽ മാത്രമേ അവർ വാ തുറക്കാതിരിക്കുകയുള്ളൂ, അവരുടെ വായിൽ നിന്ന് ഒന്നും പുറത്തു ചാടാതിരിക്കുകയുള്ളൂ. അതല്ലാതെ അവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ, നടപടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയല്ല, യഥാർത്ഥമായ നടപടി അവർക്കെതിരെ എടുത്തു കഴിഞ്ഞാൽ അവർ പലതും തുപ്പും. ആ തുപ്പൽ പുറത്തേക്ക് വന്നാൽ നിങ്ങൾ നാറും, ചീഞ്ഞ് നാറും. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ച് പിടിക്കേണ്ട ഗതികേടുള്ളത്. അതുകൊണ്ട് ശിവൻകുട്ടി, ദയവ് ചെയ്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ പൊട്ടനായിക്കോ, നിങ്ങൾ പൊട്ടനായിരിക്കാം, നിങ്ങളുടെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതെയായിരിക്കാം. പക്ഷേ എന്ന് കരുതിയിട്ട് നിങ്ങൾ പൊട്ടനായതുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ പൊട്ടനായതുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ജനങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഒരു പൊട്ടത്തരം. ആ പൊട്ടത്തരം ഇപ്രാവശ്യം കേരളത്തിലെ പൊതുസമൂഹം തിരുത്തുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ശിവൻകുട്ടിക്കും വേണ്ട, സഖാക്കൾക്കും വേണ്ട, അടിമകൾക്കും വേണ്ട, എസ്പെഷ്യലി രാജാവിനും വേണ്ട.